السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്തു ഖാഫ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ സൂറത്തു ഖാഫിന്റെ 29 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി, അതിന്റെ ആശയവും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇൻഷാഅല്ലാഹ് അടുത്ത ആയത്ത് നമ്മൾ പഠിക്കുന്ന തഫ്സീറുൽ വാദിഹ് അലാ നഹ്ജി സലഫ് സ്വാലിഹ് എന്ന മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുല്ലാഹ് എഴുതിയ തഫ്സീറിന്റെ അടിസ്ഥാനത്തിലാണ് നാം തഫ്സീർ പഠിക്കുന്നത്. അടുത്ത 30-ാമത്തെ ആയത്താണ്. അതിനിടയിൽ നമ്മുടെ ചില സഹോദരന്മാർ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കാരണം ഈ തഫ്സീറിന്റെ രീതി ആയത്ത് മുറിച്ച് അർത്ഥം പറഞ്ഞു പോകുന്നത് കൊണ്ട് ഓരോ ആയത്തിന്റെയും അർത്ഥം ആദ്യത്തിലൊന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് ചിലർ സൂചിപ്പിക്കുകയുണ്ടായി. അഥവാ മൊത്തത്തിൽ ഒരു ആശയം വാക്കുകളുടെ അർത്ഥം പറഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും, മനസ്സിലാക്കാൻ തുടക്കക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഈ തഫ്സീറിന്റെ രീതി അങ്ങനെയല്ല, തഫ്സീർ ഓരോ മുറിച്ചിട്ടാണ് അർത്ഥം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് ആയത്തിന്റെ ഓരോ ആയത്തുകളുടെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് അതിനുശേഷം തഫ്സീർ വായിക്കുന്നതിലേക്ക് കിടക്കാം. 30-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. يوم نقول لجهنم هل امتلأت وتقول هل من مزيد. ഇപ്പൊ കഴിഞ്ഞ ഇതിനു മുമ്പുള്ള ആയത്തുകളിലൊക്കെ ചർച്ച മരണത്തെ പറ്റി പറഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പ്, പരലോകത്തെ വിചാരണ, അതുപോലുള്ള കാര്യങ്ങൾ, വിചാരണ വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം സവാബായിക്കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം, വിചാരണയ്ക്ക് ശേഷം നന്മ ചെയ്തവർക്ക് സ്വർഗം പ്രതിഫലമായിട്ടും അതുപോലെ പാപങ്ങളിൽ മുഴുകുന്ന ആളുകൾക്ക് നരകം ശിക്ഷയായിട്ടും ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ പറയുന്നത്. യൗമ എന്നുള്ളത് അന്നേ ദിവസം എന്നുള്ള അർത്ഥത്തിൽ ആ ഒരു ദിവസത്തെ പറ്റി പറയാണ്. നഖൂലു എന്ന് പറഞ്ഞാൽ നാം പറയും. അപ്പോൾ നാം പറയുന്ന ദിവസം, യൗമ നഖൂൽ എന്ന് പറഞ്ഞാൽ നാം പറയുന്ന ദിവസം. അഥവാ അല്ലാഹു തആല സ്വന്തത്തെ തഅലീം ചെയ്തുകൊണ്ട്, അഥവാ അല്ലാഹു ഒരു കാര്യം പറയുമ്പോൾ അല്ലാഹു നഹ്നു ജംഉ ഉപയോഗിച്ചിട്ടാ പറയാ, പ്ലൂറൽ ഉപയോഗിച്ചിട്ടാ പറയാ, അഥവാ തഅലീം ചെയ്തുകൊണ്ട് പറയുന്നതാണ്. യൗമ നഖൂൽ നാം പറയുന്ന ദിവസം ലി ജഹന്നമ, ജഹന്നം എന്നുള്ളത് നരകത്തിന്റെ ഒരു പേരാണ്. അന്നാർ എന്ന് പറയുന്ന പോലെ ജഹന്നം. ലി ജഹന്നമ നരകത്തിനോട് നാം പറയുന്ന ദിവസം എന്താണ് പറയുന്നത്? ഹലിംതലഅതി, ഹലിംതലഅതി, ഇംതല എന്ന് പറഞ്ഞാൽ നിറയുക എന്ന അർത്ഥം. ഇത് ജഹന്നം എന്നുള്ളത് മുഅന്നസായ പദമായതുകൊണ്ട്, അഥവാ സ്ത്രീലിംഗമായി ഉപയോഗിക്കുന്ന പദമായതുകൊണ്ട് ഇംതലഅതി, നീ നിറഞ്ഞോ. ഹൽ എന്നുള്ളത് ചോദ്യത്തിന് ഉപയോഗിക്കുന്നതാണ്, നീ നിറഞ്ഞോ. വതഖൂൽ അപ്പോൾ ആ നരകം പറയും ഹൽ മിൻ മസീദ്, ഇനിയും അധികമായിട്ടുണ്ടോ, ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന് നരകം പറയും എന്നുള്ളത്. അഥവാ നരകത്തിനോട് നാം പറയുന്ന ദിവസം നീ നിറഞ്ഞു കഴിഞ്ഞോ, അപ്പോൾ നരകം പറയും ഇനിയും അധികമായിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന നിലക്ക് നരകം ചോദിക്കും എന്നുള്ളതാണ് ആയത്തിന്റെ അർത്ഥം. നമുക്ക് തഫ്സീറിൽ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് കൂടുതൽ വിശദീകരിക്കാം. മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി, നാം നരകത്തിനോട് പറയുന്ന ദിവസം നീ നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്ന ദിവസം. വഹുവ അഅലമു ബിഹാ, വഹുവ ഉദ്ദേശിക്കുന്ന അല്ലാഹു അഅലമു ബിഹാ, ആ നരകത്തിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വേറൊരാളോട് ചോദിച്ചറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ അല്ലാഹു തആല ചോദിക്കുന്നത് എന്തിനാണ്? അതിന്റെ ഗൗരവം അറിയിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം അറിയിക്കാൻ, അല്ലെങ്കിൽ ഇൻകാരിയായിട്ട് ഒരു കാര്യത്തെ അതല്ല എന്ന് തന്നെ അറിയാം, പക്ഷെ അതിനെ തെളിയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അല്ലാഹു തആല ചോദിക്കുക. അപ്പോ അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ, പക്ഷെ എന്നാലും ചോദിക്കുകയാണ്. വലാകിൻ അറാഹ അല്ലാഹു തസ്ദീഖ ഖൗലിഹി, എന്നാൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു തആല പറഞ്ഞ വാക്കിന്റെ സത്യാവസ്ഥ എന്താണ്, അത് സത്യമാണ് അല്ലാഹു പറഞ്ഞത് എന്ന് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നരകത്തിനോട് എന്ത് ചോദിക്കുന്നത്? നീ നിറഞ്ഞു കഴിഞ്ഞോ? എന്താണ് ആ വാക്ക്? ലം ലഅന്ന ജഹന്നം, നരകത്തെ നാം നിറക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് സത്യമാണ്, നരകം നിറഞ്ഞിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യം ചോദിക്കുന്നത്.
വതഖൂലു ഹൽ മിൻ മസീദ്, നരകം പറയും ഹൽ മിൻ മസീദ്, ഇനിയും എന്തെങ്കിലും ഉണ്ടോ, അധികരിച്ചുണ്ടോ എന്ന് പറയും. ഇതിന് രണ്ട് രീതിയിൽ തഫ്സീർ ഉണ്ട്. ആദ്യം നമുക്കിത് വായിക്കാം, എന്നിട്ട് വിശദീകരിക്കാം. ഐ ത്വലബത് അൻ യുവസ്സിഅ ഫീഹാ ലിതവായുഖി അഹ്ലിഹാ, ത്വലബത് ആ നരകം ആവശ്യപ്പെടും, തേടും, അൻ യുവസ്സിഅ ഫീഹാ ആ നരകം ഒന്നുകൂടി വിശാലമാക്കാൻ വേണ്ടിയിട്ട്, ലിതവായുഖി അഹ്ലിഹാ അതിന്റെ ആളുകൾ കൂടുതലായിട്ട് ഇടുങ്ങിപ്പോയതുകൊണ്ട്, അഥവാ നരകത്തിൽ നിറഞ്ഞിട്ടുണ്ട്, നരകം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും കുറച്ചുകൂടി സ്ഥലം കൂട്ടാൻ കിട്ടുമോ അല്ലെങ്കിൽ അധികരിച്ച് സ്ഥലം കിട്ടുമോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നരകം ചോദിക്കുന്നത്. അതായത് നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നരകത്തിന്റെ മറുപടി ഇത് തന്നെ നിറഞ്ഞു പോയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി സ്ഥലം ഉണ്ടാകുമോ. അപ്പൊ എന്താർത്ഥം കിട്ടി? നരകം നിറച്ചു, അല്ലാഹു തആല ആ നിറച്ചിട്ടുണ്ട് എന്ന് കിട്ടി. ഇതൊരു തഫ്സീറാണ്. കൂടുതൽ ശരിയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന അഹ്ലൻ അഹ്ലൻ മബ്റൂക് തഖബ്ബലല്ലാഹു ഹജ്ജ വബാറകല്ലാഹു ഫീ. അപ്പൊ അവള് പറഞ്ഞത് നരകം നിറച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ്. രണ്ടാമത്തെ ഒരു അർത്ഥം നരകം ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുന്നത്, ഇനിയും നരകത്തിലേക്ക് ഇടാൻ ആളുകളെ ഉണ്ടോ, നരകം അത്രയും വിശാലമാണ്, ഇനിയും നരകത്തിലേക്ക് ഇടാൻ ആളുകളുണ്ടോ, ഇനിയും ഇട്ടോളൂ എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത് എന്നുള്ളത്. കാരണം അതാണ് ഹദീസുകളെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ ശരിയായ ഒരു തഫ്സീറായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ തഫ്സീർ മറ്റേ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, നരകത്തെ നിറക്കുമെന്നുള്ളത്. അപ്പൊ നിറഞ്ഞു എന്നറിയിക്കാനാണ് ഒന്നാമത്തെ തഫ്സീർ പറഞ്ഞത്, അഥവാ ഇനി സ്ഥലം വേണം എന്നുള്ളത്. രണ്ടാമത്തെ തഫ്സീർ നരകം വിശാലമാണ്, ഇനിയും ആളുകളുണ്ടോ എന്നുള്ള ചോദ്യമാണ് എന്നുള്ളത്. അപ്പൊ രണ്ട് തഫ്സീർ ഈ ഒരു ആയത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം നരകം എന്നതിന്റെ ഭയാനകത തന്നെയാണ്. കാരണം നരകം അത്രയും വിശാലമായിട്ടുള്ളതാണ്. അതിൽ ആളുകളെ കൊണ്ട് നിറക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്നുണ്ടെങ്കിൽ ആരെയാണ് നിറക്കുന്നത്? അല്ലാഹു തആല പറഞ്ഞു, ജിന്നും മനുഷ്യവർഗത്തെയുമാണ് നിറക്കുന്നത്. അപ്പൊ ആ നരകത്തിലെ ഒരു വിറകുകൊള്ളിയായി നാം മാറാതിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നരകത്തിന്റെ വിശാലത പറയുന്ന ഒരു സംഭവം മുജാഹിദ് റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിട്ട് ചോദിച്ച ഒരു സംസാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും തഫ്സീറിൽ. മുജാഹിദ് റഹിമഹുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മുജാഹിദ്, ഇക്രിമ എന്നീ രണ്ട് പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്നാണ് വഴിയിലൂടെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ വന്നിട്ടുള്ളത്. عن مجاهد ഒരു റിവായത്ത് വായിക്കുകയാണ്. عن عبد الله بن عباس رضي الله عنهما قال, ഒരിക്കൽ മുജാഹിദ് റഹിമഹുല്ലയോട് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, അതദ്രി മാ സഅതു ജഹന്നം, നരകത്തിന്റെ വിശാലത അല്ലെങ്കിൽ നരകത്തിന്റെ വലുപ്പം എത്ര ഉണ്ട് എന്ന് നിനക്ക് അറിയുമോ എന്ന്. ഖുൽതു, അബൂ മുജാഹിദ് റഹിമഹുല്ല പറയാണ്, ഞാൻ പറഞ്ഞു, ലാ എനിക്കറിയില്ല, എത്രയാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഖാല, അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജൽ, ശരി, വല്ലാഹി മാ തദ്രി, അല്ലാഹു ആണ് നിനക്കറിയില്ല, അല്ലാഹു ആണ് നിനക്കറിയില്ലേ, ഇന്ന ബൈന ശഹ്മതി ഉദുനി അഹദിഹിം വബൈന ആതിഖിഹി മസീറത 70 ഖരീഫൻ, നിനക്കറിയില്ലേ, ഹദീസിൽ വന്നൊരു കാര്യമാണ്, നരകത്തിൽ കിടക്കുന്ന ആളുകൾ, നരകത്തിൽ കയറി കഴിഞ്ഞാൽ സ്വർഗത്തിലാണെങ്കിലും ആളുകളുടെ ശരീരം വലുതാവും. അതിൽ നരകാവകാശികളുടെ ശരീരത്തിന്റെ വലുപ്പം അതിലൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, ചെവിയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ മാംസത്തിന്റെ ഈ ഭാഗം മുതൽ ഈ തോള് വരെ 70 വർഷത്തെ വഴിദൂരം ഉണ്ടാവും. കാരണം ശിക്ഷ കൂടുതൽ വേദന അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശരീരം വലുതാക്കി കൊടുക്കും. സ്വർഗാവകാശികൾക്കും സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി അവരുടെ ശരീരം വലുതായി കൊടുക്കും. പല പ്രത്യേകതകളുണ്ട്. ചില ഹദീസുകളിൽ കാണാം സ്വർഗത്തിൽ താടി ഉണ്ടാവുകയില്ല എന്നുള്ളത്. കാരണം അത് ചില പ്രത്യേക ശരീരത്തിൽ രോമങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെ ചില പ്രത്യേകതകൾ സ്വർഗത്തിൽ മാറി വരുന്നുണ്ട്. അപ്പോ ഈ നരകത്തെ ആവശ്യങ്ങൾ ഇത്ര ദൂരം അത്രയും വലുതാണ്. ഫീഹാ ഉദിയത്തുൽ ഖൈഹി വദ്ദം, അവിടെ ഈ ജലത്തിന്റെയും മാംസത്തിന്റെയും എല്ലാം താഴ്വരകൾ, വലിയ പർവ്വതത്തിന്റെ താഴ്വരയിൽ ജലവും രക്തവും നിറഞ്ഞ താഴ്വരകൾ ഉണ്ട് എന്ന് നിനക്കറിയില്ലേ? ഹദീസുകളിലും ആയത്തുകളിലും വന്നിട്ടുള്ള ആശയമാണ്. ഖുൽതു അൻഹാറൻ, അപ്പൊ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാഹ് ചോദിച്ചു, അരുവിയല്ലേ ഉള്ളത്, രക്തത്തിന്റെയും ജലത്തിന്റെ അരുവിയല്ലേ, അത് താഴ്വരയാണോ? ഖാല ലാ ബൽ ഔദിയ, അപ്പോ ഊദിയ, അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു താഴ്വരകളാണുള്ളത് എന്ന് പറഞ്ഞു. സുമ്മ ഖാല, എന്നിട്ട് വീണ്ടും ചോദിച്ചു, അതദ്റൂന മാ സഅതു ജഹന്നം, എന്നിട്ടും ഇബ്നു അബ്ബാസ് വീണ്ടും ചോദിക്കുകയാണ്, എനിക്കറിയില്ലേ നരകത്തിന്റെ വിശാലത എത്രയാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ലേ? അപ്പോ ഇബ്നു മുജാഹിദ് റഹിമഹുല്ലാഹ് വീണ്ടും പറഞ്ഞു, ഖുൽതു ലാ, ഇല്ല എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലായിട്ടില്ല. ഖാല അജൽ, അപ്പൊ ഇബ്നു അബ്ബാസ് വീണ്ടും പറഞ്ഞു, എന്നാ ശരി, വല്ലാഹി മാ തദ്രി, നിനക്ക് മനസ്സിലായിട്ടില്ല, നിനക്ക് അറിയില്ലേ? ഹദ്ദസത്നി ആയിഷതു അന്നഹാ സഅലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖൗലിഹി,
ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് ഉദ്ധരിച്ചു എന്ന അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ധരിച്ചു കൊടുത്ത ഈ ഹദീസിനെ പറ്റി നീ കേട്ടിട്ടില്ലേ? അതായത് ഒരു ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള സംസാരമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മുജാഹിദ് റഹിമഹുല്ലാഹ് എന്ത് തഫ്സീർ ഓരോ ആയത്തും ചോദിച്ചു പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആളാണ്. അപ്പൊ ഉസ്താദും ശിഷ്യനും തമ്മിൽ സംസാരിക്കുകയാണ് ഒരു വിഷയം. അപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് ആയിഷ റളിയല്ലാഹു എന്നുള്ള ഹദീസ് ഉദ്ധരിച്ച് കേട്ടിട്ടുണ്ട് ആര്? മുജാഹിദ് റഹിമഹുല്ലാഹ്. ഏത് ഹദീസാണ്? ഈ ആയത്തിനെ സംബന്ധിച്ച് വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. സൂറത്തുൽ സുമറിലെ ആകാശഭൂമികൾ അല്ലാഹുവിന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥ എന്ന ഈ ആയത്ത് കേട്ടിട്ടില്ലേ? ഫൈന الناس يومئذ يا رسول الله. ഈ ആയത്ത് ഓതിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, ആകാശഭൂമികൾ ചുരുട്ടിപ്പിടിക്കുന്ന സമയത്ത് ജനങ്ങൾ എവിടെയായിരിക്കും? ജനങ്ങൾ എവിടെയെങ്കിലും സ്ഥലത്ത് വേണ്ടേ ഈ ആളുകളൊക്കെ? അപ്പൊ അവരെവിടെയായിരിക്കും? അപ്പോ ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹും അലാ ജിസ്രി ജഹന്നം. അവര് നരകത്തിന്റെ പാലത്തിന്റെ മേലെയായിരിക്കും. നരകത്തിന് മുകളിൽ ഒരു സിറാത്ത് ഉണ്ട്. ആ പാലത്തിന് മുകളിലായിരിക്കും ഈ ലോകം തുടങ്ങിയത് മുതൽ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനമുള്ള മനുഷ്യൻ വരെ എല്ലാവരും ആ സമയത്ത് ഉണ്ടാവുക. അള്ളാഹു ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും ആ പാലത്തിന് മുകളിലായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞു, നരകത്തിലെ ആളുകളുടെ വലിപ്പം പറഞ്ഞു. ആർക്ക്? മുജാഹിദ് റഹിമഹുല്ലാഹ്. അപ്പൊ നരകം എത്ര വിശാലമായിരിക്കും ചിന്തിക്കാൻ പറയാണ്. രണ്ടാമത് ഈ കാര്യം പറഞ്ഞു, കാരണം ആകാശഭൂമികളെ ചുറ്റിപ്പിടിക്കുമ്പോൾ ജനങ്ങളെല്ലാവരും നരകത്തിന്റെ മേലെയുള്ള പാലത്തിലായിരിക്കും. എന്താ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഉദ്ദേശിച്ചത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നരകത്തിന്റെ വിശാലത അല്ലെങ്കിൽ നരകത്തിന്റെ വലുപ്പം മനസ്സിലാക്കി തരാൻ തെളിവെടുത്തതാണ്. കാരണം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജനങ്ങളും നരകത്തിന്റെ മുകളിലുള്ള പാലത്തിന്റെ മേലെ ആ നിൽക്കുന്ന ആ സമയം എല്ലാ ആളുകളും ആകാശഭൂമികളൊക്കെ അള്ളാഹു ചുറ്റിപ്പിടിക്കുമ്പോൾ എല്ലാ ആളുകളും നരകത്തിന്റെ മുകളിലുള്ള പാലത്തിന്റെ മേലെയാണ്. അപ്പൊ നരകം എത്ര വലുപ്പമായിരിക്കും? ആ നരകം എല്ലാ ജനങ്ങളും നല്ല ആളുകളും എല്ലാവരും പാലത്തിന്റെ മേലെ വരും. എല്ലാ ആളുകളും തഖ്വയുള്ള ആളുകളും കാഫിര്യങ്ങളും ഫാജിര്യങ്ങളും പുണ്യം ചെയ്യുന്നവരും എല്ലാവരും വരും. എല്ലാവരും ആ നരകത്തിന്റെ മേലെയുള്ള പാലത്തിന്റെ മേലെയാണ്. അപ്പൊ അത്രയും വലുതാണ് നരകമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഹദീസിൽ നിന്ന് തെളിവ് പിടിച്ചതാണ്. അതുപോലെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅ്താ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാമിൻ. 70,000 ചങ്ങലകളിലായിക്കൊണ്ടാണ് നരകത്തെ അന്ന് പിടിച്ചുകൊണ്ടുവരിക, വലിച്ചുകൊണ്ടുവരിക. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹാ. ഓരോ ചങ്ങലയിലും 70,000 ചങ്ങലയുണ്ട്. അതിൽ ഓരോ ചങ്ങലയിലും 70,000 മലക്ക് വലിച്ചിട്ടാണ് നരകത്തെ കൊണ്ടുവരിക. അത്രയും ഭയാനകരമായ അത്രയും വലുപ്പമുള്ള ഒരു കാര്യമാണ് നരകം എന്നുള്ളത്. ഇവിടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും നമ്മൾ സൽഫുകളുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു വ്യത്യാസം വരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ, സലഫുകൾ അവർ ധാരാളമായി ഓർത്തിരുന്ന കാര്യമാണ് അവരുടെ മരണവും അതുപോലെ തന്നെ നരകശിക്ഷയും. നമ്മൾ ഓർക്കുന്നതിൽ വളരെ കുറവുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മരണവും നരകത്തിനെ കുറിച്ചുള്ള ചിന്തയും. അത് ഗൗരവത്തിൽ മനസ്സിലാക്കണം. സൽഫുകൾ അസ്റുകളിൽ അവരെത്രത്തോളം നരകത്തെ ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൽഫുകളിൽപ്പെട്ട ആലിമായിട്ടുള്ള തൗസ് ഇബ്നു കൈസാൻ റഹിമഹുല്ലാഹ്, അദ്ദേഹം രാത്രി കിടക്കാൻ വേണ്ടി വിരിപ്പിലെത്തിക്കഴിഞ്ഞാൽ വല്ല കടുകോ മറ്റോ ചട്ടിയിലിട്ടാൽ ഇളകി മറിയുന്നത് പോലെ അദ്ദേഹം ഭയങ്കര അസ്വസ്ഥനായിരിക്കും. എന്നിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ രാത്രി നിസ്കരിക്കാനും ദിക്റിലും ഇതുമായിട്ടൊക്കെ മുഴുകും, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറയുമായിരുന്നു, നരകത്തിനെ കുറിച്ചുള്ള ചിന്ത, നരകത്തിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു, ഉറക്കത്തെ അകറ്റിയിരിക്കുന്നു എന്നുള്ളത്. ഒരിക്കൽ റബീഅ ഇബ്നു ഖൈസം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മകൾ ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, യാ അബതി മാ ലക ലാ തനാമു വന്നാസ് യനാമൂൻ. ഉപ്പ, എന്താണ് നിങ്ങൾ ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുന്നില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ ഉറക്കമൊഴിച്ചിട്ട് ഇബാദത്തിലും മറ്റുമായിട്ട് ഇരിക്കുകയാണല്ലോ എന്നുള്ള നിലക്ക് ചോദിച്ചപ്പോൾ പറഞ്ഞ വാക്ക് കാണാം, ഇന്നന്നാറ ലാ തദഉ അബാക യനാം. നരകം നിന്റെ ഉപ്പാനെ ഉറങ്ങാൻ വിടുന്നില്ല എന്നുള്ള നിലക്ക് പറഞ്ഞത് കാണാം. ധാരാളം ഇതുപോലെയുള്ള അസറുകൾ സലഫുകളിൽ നിന്ന് നരകവുമായി ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ നരകം എന്നുള്ളത് അത്രയും ഭയാനകമായ, അത്രയും വിശാലമായ, കാരണം അത്രയും വിശാലമായ നരകാണ് എന്ത് ചെയ്യുന്നത്, നിറഞ്ഞു കഴിഞ്ഞു കുറച്ച് സ്ഥലം വേണം. അതാണ് തഫ്സീറിന്റെ പ്രാധാന്യം. ഹൽമിൻ മസ്ജിദ് എന്നുള്ള ഒരു തഫ്സീർ, ഇത് നിറഞ്ഞു ഇനിയും കുറച്ചുകൂടി സ്ഥലം കിട്ടുമോ എന്നുള്ളതാണ് നരകം ചോദിക്കുന്ന ചോദ്യം എന്നാണ് ഒന്നാമത്തെ ഒരു തഫ്സീർ. രണ്ടാമത്തേത് ഇനിയും സ്ഥലമുണ്ട്, എത്ര ആളുകളാണെങ്കിലും ഇട്ടോളൂ. രണ്ട് തഫ്സീറിലും ഉദ്ദേശം എന്താണ്, അത്രയും വിശാലമാണ് നരകം എന്നുള്ളത്. അപ്പോ ആ നരകത്തിൽ നമ്മൾ അകപ്പെടുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്, അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല.
പക്ഷെ അതിന് രക്ഷപ്പെടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഈ ശരീരം നാളെ നരകത്തിന്റെ തടിയാണ് എങ്കിൽ ഈ ലോകത്ത് വേറെ എന്ത് ലഭിച്ചിട്ടും നമുക്ക് കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ എന്തുകൊണ്ട്, ഇപ്പോൾ ഈ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ എന്തുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നാമനായാലും നാളെ നരകത്തിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാകുന്നില്ല. അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട, അള്ളാഹുവിനോട് രക്ഷ തേടേണ്ട ഗൗരവമുള്ള കാര്യമാണ് നരകം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ്, ശൈത്താൻ മറപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ആയത്തിൽ അപ്പോ തെറ്റ് ചെയ്ത ആളുകൾക്ക്, കാഫിരീങ്ങൾക്ക്, നിഷേധികൾക്ക് അവർക്ക് നരകം ശിക്ഷയായിട്ടുണ്ട്. അതിന്റെ വിശാലത ഉറപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ള മഹത്തായ സ്വർഗത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചില പരാമർശമാണ് അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ആദ്യം ആയത്ത് മൊത്തത്തിൽ ഒന്ന് വായിക്കാം, എന്നിട്ട് അതിന്റെ തഫ്സീറിലേക്ക് പോകാം. وَأُزْلِفَتِ الْجَنَّةُ لِلْمُتَّقِينَ غَيْرَ بَعِيدٍ وَأُزْلِفَتِ الْجَنَّةُ لِلْمُتَّقِينَ غَيْرَ بَعِيدٍ ഉസ്ലിഫത്ത് എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെടും, അല്ലെങ്കിൽ കൊണ്ടുവരപ്പെടും, അടുപ്പിക്കപ്പെടും എന്നുള്ള അർത്ഥമാണ്. അടുപ്പിക്കപ്പെടും. അൽ ജന്നത്തു സ്വർഗത്തെ അടുപ്പിക്കപ്പെടും, അടുത്തിലേക്ക് ചേർക്കപ്പെടും. ലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ള ആളുകൾക്ക്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഗൈറ ബഈദിൻ അത് വിദൂരമല്ലാതെ എന്നുള്ള അർത്ഥമാണ്. ഗൈറ ബഈദ് വിദൂരമല്ലാതെ, അതിന്റെ രണ്ടാശയത്തിൽ മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, നരകം വിദൂരമല്ലാതെ അടുത്തുണ്ടാകും എന്നുള്ളത്. പക്ഷേ രണ്ടാമത്തെ അർത്ഥം സ്വർഗത്തിലേക്ക് മുത്തഖീങ്ങൾ കടക്കുക എന്നുള്ളത് വിദൂരമല്ല, ഉടനെ തന്നെ സംഭവിക്കും, വൈകില്ല എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട്. അപ്പോൾ ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തെ അടുപ്പിക്കപ്പെടും മുത്തഖീങ്ങൾക്ക് വിദൂരത്തല്ലാതെ എന്നാണ് തഫ്സീറിൽ നമുക്ക് നോക്കാം. ഈ ആയത്ത് കൊടുത്തിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, ثم أعقب الله بحال المتقين. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യം അടുത്തത് സൂചിപ്പിക്കുന്നത്, അതിന് ശേഷം പറയുന്നത് മുത്തഖീങ്ങളുടെ അവസ്ഥയെ പറ്റിയാണ്. فأدنى الجنة وقربها لهم. അല്ലാഹു തആല സ്വർഗത്തെ അവരിലേക്ക് ചേർക്കും, അതിനാ പറഞ്ഞാൽ അവരേക്ക് അടുപ്പിക്കും, അവരിലേക്ക് അടുപ്പിച്ച രീതിയിലായിരിക്കും. ബിയൗമിൻ ഗൈരി ബഈദിൻ വിദൂരമല്ലാത്തൊരു ദിവസത്തിൽ, അഥവാ ആ ദിവസത്തേക്ക് വല്ലാത്ത ദൂരമല്ല. നമുക്ക് അതായത് തഖ്വയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ഒരുപാട് ക്ഷമിച്ചിട്ടാണ് ജീവിക്കുക. കാരണം അവർക്ക് ആഗ്രഹം തോന്നുന്ന ഒരുപാട് തെറ്റുകൾ മുമ്പിലുണ്ടാകും, അല്ലെങ്കിൽ ഒരുപാട് ഹറാമുകൾ, സംശയമുള്ള കാര്യങ്ങൾ പലതും ഒഴിവാക്കിയിട്ടും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടും പല ഇച്ഛകൾ ഒഴിവാക്കിയിട്ടും എല്ലാമായിരിക്കും അവർ ജീവിക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് വൈകാതെ തന്നെ അവരെ എന്തിലേക്ക് ചേർക്കപ്പെടും? സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന അർത്ഥത്തിൽ. فإنه واقع لا محالة وكل آت قريب. فإنه واقع തീർച്ചയായിട്ടും സംഭവിക്കും. നരകം മുത്തഖീങ്ങളുടെ അടുക്കിലേക്ക് ചേർക്കപ്പെടും. ലാ മഹാലത അത് സംഭവിക്കുക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. വകുല്ലു ആത്തിൻ ഖരീബ് ഇതെല്ലാം ഉടനെ തന്നെ സംഭവിക്കുന്ന, വൈകാതെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഇവിടെ പറയുകയാണ്. ഈ ആയത്തിൽ മുത്തഖീങ്ങൾക്ക് സ്വർഗം, ഖുർആനിലെ സ്വർഗത്തെ പറ്റി പരാമർശിക്കുന്നിടത്ത് തഖ്വയെ പറ്റിയും, തഖ്വയെ പറ്റി പരാമർശിക്കുന്നിടത്ത് സ്വർഗത്തെ പറ്റിയും പരാമർശിക്കുന്ന ധാരാളം ആയത്തുകളുണ്ട്. ഒരുപാട് ആയത്തുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ ഓർമ്മപ്പെടുത്താം. സൂറത്ത് ആലി ഇംറാനിലെ 133-ാമത്തെ ആയത്തിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതി വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വർഗത്തിലേക്ക് അടുക്കുക മുത്തഖീങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. സൂറത്ത് നഹ്ലിലെ 31-ാമത്തെ ആയത്ത് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ തജ്രി മിൻ തഹ്തിഹാ അൽ അൻഹാർ ലഹും ഫീഹാ മാ യശാഊൻ കദാലിക യജ്സില്ലാഹു അൽ മുത്തഖീൻ. എല്ലാവിധ ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കുന്ന സ്വർഗം അത് മുത്തഖീങ്ങൾക്കുള്ള പ്രതിഫലമാണ്. സൂറത്തുൽ ഹിജ്റിൽ 45-ാമത്തെ ആയത്തിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ മുത്തഖീങ്ങൾ സ്വർഗത്തിലും അരുവികളിലുമെല്ലാമാണ്. സൂറത്തുൽ ദാരിയാത്തിലെ 15-16 ആയത്തുകളിൽ ഇതേ ആശയം ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. സൂറത്തുൽ തൂറിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം 17-ാമത്തെ ആയത്ത്. സൂറത്തുൽ ഖമറിൽ ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഹർ. സൂറത്തുൽ നബയിൽ ഇന്നലിൽ മുത്തഖീന മഫാസ. ധാരാളം ആയത്തുകൾ. സൂറത്തുൽ ദുഖാൻ തഖ്വയെ പറ്റി പരാമർശിക്കുമ്പോൾ സ്വർഗത്തെയും, സ്വർഗത്തെ പറ്റി പരാമർശിക്കുമ്പോൾ തഖ്വയെയും പറയുക എന്നുള്ളത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള രീതിയാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ തഖ്വ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. തഖ്വ കൊണ്ടല്ലാതെ സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുകയില്ല. എന്താണ് തഖ്വ? അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അമലു ബിതാഅത്തില്ലാ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക. അലാ നൂരിൻ മിനല്ലാഹ്
തർജു സവാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ച് അള്ളാഹു കൽപ്പിച്ചതുപോലെ. തർക്ക് മആസി അല്ലാഹ്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒഴിവാക്കുക. അലാ നൂരിൻ മിനല്ലാഹ് ഖൈഫത അദാബില്ലാഹ്, അള്ളാഹു കൽപ്പിച്ച അനുസരിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്. ചുരുക്കം പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, അള്ളാഹു ഒഴിവാക്കാൻ പറഞ്ഞ ഹറാമുകൾ ഒഴിവാക്കുക. ഇത് എളുപ്പമുള്ള കാര്യമല്ല. തഖ്വ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത് സിമ്പിൾ അല്ലേ, എളുപ്പമല്ലേ എന്ന്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദുനിയാവിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, നമ്മളത് പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. തഖ്വ പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം, എല്ലാവിധ മാർഗങ്ങളും നമ്മൾ അതിനായിട്ട് പണിയെടുക്കണം. എന്നാൽ മാത്രമേ ഈ സ്വർഗം നമ്മിലേക്ക് ചേർക്കപ്പെടുകയുള്ളൂ. ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആശയം, സ്വർഗം ലഭിക്കണമോ, സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കണമോ, തഖ്വ നിർബന്ധമാണ്. അഥവാ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം, വിരോധനങ്ങൾ ഒഴിവാക്കണം. അങ്ങനെയാണ് എങ്കിൽ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി നമുക്ക് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, ഖബറിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ നമുക്ക് മുമ്പ് തുറക്കപ്പെടും. ഓരോ സമയത്തും സ്വർഗത്തിലേക്കുള്ള യാത്ര എളുപ്പമാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെയും സ്വർഗത്തെയും എല്ലാം പറഞ്ഞ് ഈ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകൾ ആരാണ് എന്നുള്ള ചില വിശേഷണങ്ങൾ പറയാണ്. നരകാവകാശികളുടെ വിശേഷണം മുമ്പുള്ള ആയത്തുകൾ പറഞ്ഞു. നമ്മൾ മുമ്പ് പറഞ്ഞു നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായിട്ട് അല്ലാഹു തആല ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ അവരുടെ വിശേഷണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ. ഹാദാ മാ തുഅദൂൻ, ആദ്യം ആയത്ത് വായിക്കാം. ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ഹാദാ, ഇതാകുന്നു, അഥവാ ഈ സ്വർഗമാകുന്നു, ഈ അനുഗ്രഹങ്ങളാകുന്നു. മാ തുഅദൂൻ, വാഗ്ദാനം ചെയ്യപ്പെട്ടത്, അവരോട് വാഗ്ദാനം ചെയ്യപ്പെട്ടത്, മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട്. ലികുല്ലി, ഏതൊരാൾക്കാണ് അതുണ്ടാവുക? ലികുല്ലി അവ്വാബിൻ, അവ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടങ്ങുക എന്നുള്ള അർത്ഥമാണ്. ധാരാളമായി അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുക എന്നുള്ള അർത്ഥം. ഹഫീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാത്തു സൂക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥം, കാത്തു സൂക്ഷിക്കുന്നവൻ എന്നുള്ള അർത്ഥം. വിശദീകരിക്കാം. വഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത്. എങ്ങനെയുള്ള ആളുകൾ? അവ്വാബും ഹഫീബുമായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ. ഇനി അതിനെപ്പറ്റി തഫ്സീറിൽ ഹാദാ മാ തുഅദൂൻ, ഇതാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടത് അവർക്ക്. ഐ ഹാദാ മാ വഅദ്തുകും ബിഹി യാ ഇബാദി അൽ മുത്തഖീൻ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഐ ഹാദാ, ഇതാണ് മാ വഅദ്തുകും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അല്ലാഹു പറയാണ് ബിഹി യാ ഇബാദി അൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ എന്റെ അടിമകളെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വാഗ്ദാനമാണ്. ഇവിടെ നമുക്ക് ഈ ലോകത്ത് നമ്മെ ഹറാമാകട്ടെ ഹലാലാകട്ടെ, നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യം, ഹറാം എന്തായാലും അള്ളാഹുവിൽ നിന്ന് അകറ്റും, ഹലാല് പരിധി വിട്ടു കഴിഞ്ഞാലും അള്ളാഹുവിൽ നിന്ന് അകറ്റും. ഹറാം സംശയമല്ല, ഹലാല് പരിധി വിട്ടാലും അള്ളാഹുവിൽ നിന്ന് അകറ്റും. ഈ കാര്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുമ്പോൾ, നമുക്ക് അതിനോട് ആഗ്രഹം തോന്നുമ്പോൾ, ഇഷ്ടം തോന്നുമ്പോൾ, താല്പര്യം തോന്നുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനേക്കാൾ നല്ലത് എനിക്ക് സ്വർഗത്തിലുണ്ട്, ഇതിനേക്കാൾ ത്വയ്യിബായതും, ഇതിനേക്കാൾ വിശിഷ്ടമായതും, ഇതിനേക്കാൾ നിലനിൽക്കുന്നതും, ഇതിനേക്കാൾ മഹത്തരമായതും, ഇതിനേക്കാൾ സൗന്ദര്യമുള്ളതും, ഇതിനേക്കാൾ നല്ലതായതും, എല്ലാ നിലക്കും ഇതിനേക്കാൾ ഗുണമുള്ള എല്ലാ കാര്യം എനിക്ക് എന്തുണ്ട്? സ്വർഗത്തിലുണ്ട്. ഞാൻ എന്തായാലും ഞാൻ മരണപ്പെടും, ഞാൻ തിരിച്ചു പോകേണ്ടവനാണ്. പിന്നെ എന്തിനാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ മുഴുകേണ്ട ആവശ്യം? ഹറാമായാലും ആ ഹറാം ആലോചിക്കുക, ഹലാലാണെങ്കിലും പരിധി വിട്ട ഹലാലുകളും ആലോചിക്കുക. ഈ ഒരു ചിന്ത നമുക്ക് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് മറന്നു പോകുന്നതാണ് പലപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകലാനും തഖ്വയിൽ നിന്ന് കുറയാനുമുള്ള കാരണം. അള്ളാഹു പറയാണ് ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഈ സ്വർഗം. ലികുല്ലി അവ്വാബിൻ ഹഫീബ്. ഇനി ആ സ്വർഗം കിട്ടാനുള്ള വിശേഷണം പറയുകയാണ് എല്ലാ അവ്വാബിയങ്ങൾക്കും ഹഫീദുകൾക്കും. അവ്വാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലികുല്ലി റജ്ജാഇൻ തായിബിൻ. റജ്ജാ, മടങ്ങുന്നവൻ, അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുന്നവൻ. തായിബ്, പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ. അള്ളാഹുലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുലേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ശരീരം കൊണ്ട് അള്ളാഹുലേക്കുള്ള യാത്രയാണ്, നമ്മുടെ ഖൽബ് കൊണ്ടും അള്ളാഹുലേക്കുള്ള യാത്രയാണ്, റൂഹ് കൊണ്ടും അള്ളാഹുലേക്കുള്ള യാത്രയാണ്. ഖൽബ് കൊണ്ടും റൂഹ് കൊണ്ടും അള്ളാഹുലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമങ്ങൾ അറിഞ്ഞ്, വിശേഷണങ്ങൾ അറിഞ്ഞ്, അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അടുക്കലാണ്. ശരീരം കൊണ്ടുള്ള അടുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണത്തിലേക്കും പരലോകത്തേക്കും ഉയർത്തെഴുന്നേൽപ്പിലേക്കും അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടതിലേക്കുമുള്ള യാത്രയിലാണ്, സംശയമല്ല. അപ്പൊ ഇതിൽ
അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും ഇബാദത്ത് ചെയ്തും അനുസരിച്ചും അള്ളാഹുലേക്ക് മടങ്ങുക. ചിലപ്പോൾ വീഴ്ച വരും, ഈ യാത്രയിൽ ചിലപ്പോൾ നമ്മൾ വീണു പോകും, ചിലപ്പോൾ ചില തെറ്റുകൾ സംഭവിച്ചു പോകും. വീണ്ടും എഴുന്നേറ്റ് വീണ്ടും അള്ളാഹുലേക്ക് എടുക്കണം, മടങ്ങിക്കൊണ്ടേയിരിക്കണം. തെറ്റു എന്നാൽ തൗബ ചെയ്ത് മടങ്ങണം. അങ്ങനെ വീണ്ടും വീണ്ടും അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ ആലോചിച്ച് നോക്കി. നമ്മൾ മുമ്പ് പറയാറുണ്ട്, തഖ്വ എന്ന് പറഞ്ഞാൽ ചില ആളുകളെങ്കിലും ധരിച്ചു പോയിട്ടുള്ളത് ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ്. നീ മുത്തഖിയായിട്ടുള്ള ആളല്ലേ, നിനക്കൊരു തെറ്റും വരാൻ പറ്റൂലല്ലോ എന്നാണ്. ഒരിക്കലുമല്ല, തഖ്വക്ക് അങ്ങനെ ഒരു തഅരീഫില്ല. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ആള് എന്നല്ല അതിന്റെ അർത്ഥം. ഈ പറഞ്ഞ അർത്ഥമാണ് അവ്വാബായിട്ടുള്ളവനാണ് തഖ്വയുള്ളവൻ. അഥവാ തെറ്റുകൾ സംഭവിച്ചാൽ അള്ളാഹുലേക്ക് കൂടുതൽ അടുത്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവൻ. തഖ്വ ഇല്ലാത്തവൻ ആരാണ്? ഒരു തെറ്റ് ചെയ്താൽ വീണ്ടും അതിനെ മുഴുകി വീണ്ടും അതിനെ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങാതെ പാപങ്ങൾ മുഴുകുന്നവനാണ് തഖ്വ ഇല്ലാത്തവൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ദേഷ്ടം പാപം ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടല്ല, അവനെ ആഗ്രഹിച്ചിട്ട് ചെയ്യുന്ന ആവില്ല, പക്ഷെ പാപം സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ തിരിച്ചു വരുന്നവനാണ് തഖ്വയുള്ളവൻ. അപ്പൊ അങ്ങനെ എപ്പോഴും അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നവൻ. അവൻ ഓരോ ദിവസവും അവൻ ആലോചിക്കും, ഞാൻ എത്രത്തോളമാണ് അള്ളാഹുലേക്ക് അടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്റെ ബന്ധം എന്താണ് അള്ളാഹുവിനേറ്റ്. നമ്മൾ ആലോചിക്കണം, ഞാൻ അള്ളാഹുവിനേറ്റ് എനിക്ക് എന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എനിക്കും അള്ളാഹുവിന്റെയും ഇടയിൽ എന്ത് നന്മയാണ് കൂടുതലായിട്ടുള്ളത്, ഞാൻ എത്രയാണ് അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ ചെയ്തിട്ടുള്ളത്, അള്ളാഹുവിനെ ഞാൻ എത്ര ഓർത്തു, എത്ര നേരം ഓർത്തു, അതിപ്പോ ദിക്ർ വാക്കുകളാവട്ടെ കൽബിലാവട്ടെ അള്ളാഹു ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ. ഈ ഒരു നിലക്ക് നമുക്ക് ചിന്ത ഉണ്ടാവണം. അതാണ് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ. പിന്നെ പറഞ്ഞു ഹാഫിദിൻ ലിഅഹദിഹി മഅ റബ്ബിഹി തആല, അതുപോലെ അള്ളാഹുമായിട്ടുള്ള കരാർ കാത്തു സൂക്ഷിക്കുന്നവൻ, അള്ളാഹുമായിട്ടുള്ള കരാറുകൾ കാത്തു സൂക്ഷിക്കുന്നവൻ. അള്ളാഹുമായിട്ടുള്ള കരാറിൽ ഏറ്റവും ഒന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും മൊത്തമുള്ള കരാറിന്റെ അടിസ്ഥാനം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. തൗഹീദ്, അതാണ് ഏറ്റവും ഒന്നാമത്തെ കരാർ. അതിന്റെ ഭാഗമാണ് ബാക്കിയുള്ളതെല്ലാം. അള്ളാഹുവിന്റെ കൽപ്പന ഞാൻ നിസ്കരിക്കും, 5 വക്ത് നിസ്കരിക്കും, അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കും, ഇന്ന കാര്യങ്ങൾ ചെയ്യും. ആ നിലക്കുള്ള ഏതൊരു കരാർ അള്ളാഹുമായിട്ടുള്ള ആ കരാറുകൾ കാത്തു സൂക്ഷിക്കുന്നവൻ, അതിൽ ഒരു കണിശത കാണിക്കുന്നവൻ, അത് ജീവിതത്തിൽ പകർത്തുന്നവൻ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്വർഗമുള്ളത്. വീണ്ടും സ്വർഗാവകാശികളുടെ ചില വിശേഷണങ്ങൾ കൂടി അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബിൻ. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. മൻ ആരാണോ? ഒരുവനെ പറ്റി പറയാണ്. ഖശിയ റഹ്മാന, ഖശിയ ഭയപ്പെടുന്നവൻ, റഹ്മാൻ അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവൻ, അഥവാ അള്ളാഹുവിന്റെ അള്ളാഹ് എന്നുള്ള നാമത്തിന് ശേഷം ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു നാമമായിട്ട് മനസ്സിലാക്കുന്നതാണ് റഹ്മാൻ എന്നുള്ളത്. ബിൽ ഗൈബി എന്ന് പറഞ്ഞാൽ ഗൈബിയായ നിലക്ക്, ഗൈബിയായ അദൃശ്യമായ നിലക്ക്. വജാഅ അവൻ വരും, അഥവാ ഈ അടിമ വരും. ബിഖൽബിൻ മുനീബ് താഴ്മയുള്ള കൽബോടുകൂടി അവൻ വരും, താഴ്മയുള്ള കൽബോടുകൂടി വരുന്നവനുമാണ്. അഥവാ സ്വർഗാവകാശികളുടെ വിശേഷണങ്ങളിൽ ഒന്ന് അവ്വാബ് പറഞ്ഞു, ഹഫീദ് പറഞ്ഞു. അടുത്ത് പറയാണ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ. അതുപോലെ വജാഅ ബിഖൽബിൻ മുനീബ്, മുനീബായ ഇനാബത്തുള്ള കൽബോടുകൂടി വരുന്നവൻ. ഈ രണ്ട് വിശേഷണങ്ങൾ കൂടി ചേർത്തി പറയുകയാണ്. നമുക്ക് തഫ്സീർ വായിക്കാം. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അദൃശ്യമായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ. എന്താണ് ഉദ്ദേശം? കമാ ഫിൽ ഹദീസിൽ വന്നതുപോലെ, ഹദീസ് ജിബ്രീലിൽ വന്നതുപോലെ, ഉഅ്ബുദുല്ലാഹ് കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇഹ്സാനെ പറ്റി ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്, നീ അള്ളാഹുവിനെ ആരാധിക്കുക, നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ, നീ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് എന്ന് പറഞ്ഞു. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അതായത് അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല, നമുക്ക് അറിയാൻ സാധിക്കില്ല. ഹിസ്സിയായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ ഗൈബിയായ ഈമാനികമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അള്ളാഹുവിനെ അറിയാൻ സാധിക്കുക. അപ്പൊ ഗൈബിയായ നിലക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിലാവട്ടെ, ആളുകളുടെ ഇല്ലാത്തപ്പോഴാവട്ടെ, രഹസ്യത്തിലാവട്ടെ, ഒറ്റക്കാവുമ്പോഴാവട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്, അള്ളാഹു എന്റെ ഒപ്പമുണ്ട്. അവന്റെ ഇൽമു കൊണ്ടും സമഉ കൊണ്ടും ബസറു കൊണ്ടും എല്ലാം അള്ളാഹു, അവന്റെ കേൾവി, കാഴ്ച, അറിവ് എന്നുകൊണ്ടെല്ലാം അള്ളാഹു എന്റെ ഒപ്പമുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും നോക്കിയാൽ, കണ്ടാൽ, കേട്ടാൽ, പ്രവർത്തിച്ചാൽ
എന്റെ അടുത്തുള്ള ആളുകൾ അറിയുന്നില്ല എങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന് മുകളിൽ ഇസ്തിവാ ചെയ്തിട്ടുള്ള അള്ളാഹു അറിയാതെ പോവുകയില്ല എന്ന നിലക്ക് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കലും, അതാണ് ഗൈബിയായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ. ഗൈബിയായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുക ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണല്ലോ മക്കൾ അതിന് പറയാറുള്ളത്. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞു കാണാം, ഒരു മനുഷ്യന്റെ മേലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അവൻ ഒറ്റക്കാവുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. മഹത്തായ പ്രതിഫലമാണ്, സ്വർഗ്ഗമാണ് അതിന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. സൂറത്തുൽ മുൽക്കിലെ ആയത്തിൽ കാണാം, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. സൂറത്തുൽ മുൽക്കിലെ 12ാമത്തെ ആയത്താണ്. ആരാണോ അദൃശ്യമായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അവന് മഹത്തായ പ്രതിഫലവുമുണ്ട്, അള്ളാഹുവിന്റെ പാപമോചനവും അവന്റെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു നൽകുന്ന അവസ്ഥയും ഉണ്ടാകും എന്ന് പറയുന്നത്. അപ്പോ അവ്വാബായിരിക്കണം, ഹഫീളായിരിക്കണം, ഗൈബിയായ നിലക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നതായിരിക്കണം. അതായത് മുനാഫിഖീങ്ങളുടെ പ്രത്യേക അവസ്ഥ എന്താണ്? മുനാഫിഖുകളുടെ സിഫത്ത് എന്താണ്? അവർ ആളുകളുടെ മുമ്പിൽ നല്ല ആളുകളായിരിക്കും, ആളുകളുടെ മുമ്പിൽ ഏറ്റവും മാന്യന്മാരായിരിക്കും, ഏറ്റവും നല്ല ആളുകളായിരിക്കും. രഹസ്യത്തിലും ഒറ്റക്കുള്ള ജീവിതത്തിൽ എന്തായിരിക്കും? അവർ അള്ളാഹുവിന്റെ ധിക്കരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വില കൊടുക്കാതെ ദീനിനെ പരിഹസിക്കുന്ന ആ നിലക്കുള്ള ആളുകളായിരിക്കും. മുഅ്മിനുകളുടെ പ്രത്യേകത എന്താണ്? അവർ മിനിമം അകവും പുറവും ഒരുപോലുള്ള ആളുകളായിരിക്കും. അഥവാ ആളുകളുടെ മുമ്പിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ രഹസ്യ ജീവിതത്തിലും ഇനി വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ ആ അള്ളാഹുവിന് മുമ്പിൽ തന്നെ ഒറ്റക്ക്, അഥവാ അള്ളാഹു കാണുന്ന രീതിയിൽ പാപം ചെയ്താൽ അള്ളാഹു കാണുന്ന രീതിയിൽ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങും. ആളുകൾ കാണണം കേൾക്കണമെന്നൊന്നുമില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെ പശ്ചാത്തപിച്ചു മടങ്ങും. ഇത് മിനിമം ക്വാളിറ്റിയാണ്. അതിലും മുകളിലുള്ള ക്വാളിറ്റി എന്താണ്? അവന്റെ പരസ്യത്തിനേക്കാൾ അവന്റെ രഹസ്യം ഉത്തമമായി നിൽക്കുക എന്നുള്ളത്. അവൻ ആളുകളുടെ മുമ്പിൽ എങ്ങനെയാണോ അതിനേക്കാൾ ഉത്തമനായിരിക്കും അവൻ അവന്റെ ഖൽബിലെ ഈമാനിലും അവന്റെ രഹസ്യമായ ജീവിതത്തിലുമെല്ലാം ഉണ്ടാവുക എന്നുള്ളത് അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഉന്നതമായ മുഅ്മിനീങ്ങളുടെ സിഫത്ത്. അപ്പോ അള്ളാഹുവിനെ ഭയപ്പെടുക ഗൈബിയായ നിലക്ക് എന്നുള്ളത് സ്വർഗാവകാശികളുടെ സിഫത്താണ്. മറ്റൊന്ന് പറഞ്ഞത് വജാഅ ബിഖൽബിൻ മുനീബിൻ, വജാഅ ബിഖൽബിൻ മുനീബിൻ. മുനീബ് എന്ന് പറഞ്ഞാൽ ഇനാബത്ത്. ഇനാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു റജാഇന്റെ അവ്വാബിന്റെ അതേ ആശയമാണ്, തൗബ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് താഴ്മ കാണിച്ച് മടങ്ങുക എന്നുള്ളത്. തഫ്സീറിൽ കാണാം റജാഉൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അതിയായി മടങ്ങുന്നവൻ, സലീമുൻ മിനശ് ശിർക്ക്, ഷിർക്കിന്റെ എല്ലാ അംശങ്ങളിൽ നിന്നും സുരക്ഷിതനായവൻ. അതാണ് ഖൽബുൻ മുനീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞൊരു സിഫത്താണ് ഖൽബുൻ സലീം, ഖൽബുൻ മുനീബ്, അവ്വാഹ് എന്നുള്ള പേരൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പറഞ്ഞിട്ടുള്ള ചില വിശേഷണങ്ങളാണ്. അപ്പൊ ഒന്ന് അള്ളാഹുലേക്ക് മടങ്ങുക എന്നുള്ള അർത്ഥം, രണ്ട് ഷിർക്കിന്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളായിരിക്കണം. ഷിർക്ക് നമുക്കറിയാം അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അതിൽ ജലിയായ ഷിർക്കുണ്ട്, ഗൗരവമുള്ള ഷിർക്കുമുണ്ട്, ഖഫിയായ ഗോപ്യമായ ഷിർക്കുമുണ്ട്. അതിന്റെ എല്ലാ ഭാഗത്തു നിന്നും സുരക്ഷിതമായി ഖൽബിനെ കാത്തു സൂക്ഷിക്കുന്ന ഒരുവനാണ് ഖൽബ് മുനീബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിശേഷണങ്ങൾ സ്വർഗാവകാശികളുടെ വിശേഷങ്ങളാണ്. അവ്വാബാകും, ഹഫീബായിരിക്കും, ഖശിയത്തുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്നവനായിരിക്കും, മുനീബായ ഖൽബുള്ളവനായിരിക്കും. എന്നിട്ട് അവരെ പറ്റി, അവർക്കുള്ള ആ സ്വർഗത്തിന്റെ പ്രതിഫലത്തെ പറ്റി പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരോട് പറയും ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്. ഉദ്ഖുലൂഹാ, നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഹാ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക്. അവരോട് പറയപ്പെടുന്ന കാര്യമാണ്, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക ബിസലാമിൻ, സമാധാനത്തോടുകൂടി, സുരക്ഷിതമായിക്കൊണ്ട്. സലാമിന് സമാധാനം എന്നുള്ള അർത്ഥം ഉപയോഗിക്കാറുണ്ട്, സുരക്ഷിതമായിക്കൊണ്ട്. ദാലിക, അത് യൗമുൽ ഖുലൂദ്, ശാശ്വതമായ ദിവസമാകുന്നു, ശാശ്വതവാസത്തിനുള്ള ദിവസമാകുന്നു അത്. ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടുകൂടി സുരക്ഷിതമായി പ്രവേശിച്ചു കൊള്ളുക. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് ശാശ്വതമായ താമസത്തിനുള്ള ദിവസമാണ്. തഫ്സീർ ഉദ്ഖുലൂഹാ ബിസലാം ഐ ഉദ്ഖുലൂ അൽ ജന്നത ബിസലാമിൻ മിനൻ നാർ, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക നരകത്തിൽ നിന്ന് സുരക്ഷിതരായിക്കൊണ്ട്. വബി തസ്ലീമിൽ മലായികതി അലൈക്കും, മലക്കുകൾ നിങ്ങളുടെ മേലെ സലാം ചൊല്ലുന്നത് കൊണ്ട്. അഥവാ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലക്കുകളുടെ സലാം ഉണ്ടാകും. ചില ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിലെ 73ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم
തിബ്തും, സ്വർഗത്തിലേക്ക് തഖ്വയുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുമ്പോൾ അതിന്റെ കാവൽക്കാർ ഈ സ്വർഗാവകാശികളോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം, രക്ഷ എന്ന് മലക്കുകൾ അവരോട് സലാം പറയും. തിബ്തും, നിങ്ങൾ പരിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു. വേറൊരു ആയത്തിൽ നമുക്ക് കാണാം, സൂറത്ത് യാസീനിൽ, സലാമുൻ ഖൗലൻ മിൻ റബ്ബിർ റഹീം, റഹീമായ റബ്ബിൽ നിന്നുള്ള വാക്ക് എന്താണ്? സലാം, നിങ്ങൾക്കിനി രക്ഷ, സമാധാനം, അതാണ് സ്വർഗത്തിലുള്ളത് എന്നാണ്. ദാറുസ്സലാമാണ് സ്വർഗം എന്നുള്ളത്. അപ്പോ ആ സമാധാനത്തോടു കൂടി സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശേഷണങ്ങളുള്ള ആളുകളോട് പറയുമെന്നാണ്. അപ്പൊ നമ്മളെപ്പോഴും ആലോചിക്കണം, സത്യത്തില് ഈ ഈമാൻ എന്ന് പറഞ്ഞ കാര്യം വളരെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു ദിവസം നല്ല ഈമാനുള്ള ആളായി, പിറ്റേ ദിവസം ഈമാൻ പറ്റ കുറഞ്ഞ ആളായിരിക്കും. അപ്പോൾ ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകലാണ് നമ്മുടെ ജീവിതം. ഇത് ബാലൻസിൽ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ശൈത്താൻ ഈ നിലക്ക് വളരെ ക്ഷമാലുവാണ്. അതായത് നമ്മളെ ഒരു മുഅ്മിനെ തെറ്റിക്കുന്ന വിഷയത്തിൽ ശൈത്താൻ ഭയങ്കര ക്ഷമാലുവാണ്. അതായത് നമ്മൾ പല തെറ്റുകളും ജീവിതത്തിൽ ചെയ്ത് അതിനൊക്കെ തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് തുടങ്ങി, ശൈത്താൻ കാത്തിക്കും. ഇവനെന്താണ് അവസരം, അടുത്ത അവസരം എന്താണ്, അടുത്ത അവസരം എന്താണ്. അങ്ങനെ നമ്മൾ എവിടെ നിർത്തിയോ അവിടെ തന്നെ നമ്മൾ കൊണ്ടുപോയി എത്തിക്കും. ഏത് ഭാവമാണോ ഞാൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചത്, ഇനി ഏതൊരു അവസ്ഥയിലേക്കാണോ ഞാൻ മടങ്ങില്ല എന്ന് തീരുമാനിച്ചത്, അവിടേക്ക് എത്തിക്കുന്നവരെ പിശാച് നമ്മുടെ പിന്നാലെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതിന് രക്ഷപ്പെടണമെങ്കിൽ ഇൽമും അമലും കൊണ്ടല്ലാതെ സാധിക്കൂല. അറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, അതിനനുസരിച്ച് കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതുകൊണ്ടല്ലാതെ രക്ഷ ഉണ്ടാവില്ല. കർമ്മങ്ങളിൽ മടുപ്പ് വരരുത്. കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണം കൊണ്ട് കൂടുന്നില്ലെങ്കിലും ക്വാളിറ്റി കൊണ്ട് കൂട്ടാൻ നോക്കണം. ഇപ്പോ ഒരാള് 5 വഖത്ത് ജമാഅത്ത് നിസ്കരിക്കുന്നു, റവാത്തിബ് നിസ്കരിക്കുന്നു, ളുഹാ നിസ്കാരം നിസ്കരിക്കുന്നു, രാത്രി നിസ്കാരം നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയുന്ന ആളുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കൂടുതൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നോമ്പ് ഫർദ് നോൽക്കുന്നു, സുന്നത്ത് നോൽക്കുന്നു, തിങ്കളും വ്യാഴം നോൽക്കുന്നു, അല്ലെങ്കിൽ ഓരോ ആളുകളും വ്യത്യസ്തമായിരിക്കും. ഇനി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളിൽ ഒരു പരിധി എത്തി വിചാരിക്കാം, അയാൾക്ക് ഇന്ന കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ കർമ്മം കൂട്ടാൻ പല കാരണം കൊണ്ട് പല ആളുകൾക്ക് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അതിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. ചെയ്യുന്ന കർമ്മത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ പറ്റും. 5 വഖത്ത് ജമാഅത്ത് അത് ഒന്നാമത്തെ സഫിലാക്കാൻ പറ്റും. ഇമാമിനോട് അടുത്ത രീതിയിലാക്കാൻ പറ്റും. അതിൽ കൂടുതൽ ഖുശൂ വർദ്ധിപ്പിക്കാൻ പറ്റും. അതിൽ കൂടുതൽ ശ്രദ്ധ വർദ്ധിപ്പിക്കാൻ പറ്റും. സുന്നത്തായ റവാത്തിബ്, അതിൽ ഓതുന്ന സൂറത്തുകളുടെ ആയത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റും. ആ നിസ്കാരത്തിലുള്ള ദിക്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റും. സുജൂദിലുള്ള ദുആ വർദ്ധിപ്പിക്കാൻ പറ്റും. അതായത് ഈ നിലക്ക് പല ആളുകളും അമല് കൂട്ടാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്താ ചെയ്യാറുള്ളത്, ഇന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇനി ഒന്നും ചെയ്യാനില്ലാന്ന് വിചാരിക്കാറുണ്ട്. അങ്ങനെയല്ല, അമല് എണ്ണത്തിൽ കൂട്ടാൻ പറ്റില്ല, ക്വാണ്ടിറ്റി കൂട്ടാൻ പറ്റില്ല, ക്വാളിറ്റി കൂട്ടുക. ക്വാളിറ്റിക്ക് പരിധിയില്ല, അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് പരിശ്രമിച്ച് ചെയ്ത് എത്തേണ്ട ഒരവസ്ഥയാണ്. അപ്പോ നമ്മൾ പറഞ്ഞത് അങ്ങനെ പണിയെടുത്താൽ മാത്രമാണ് ഈ ഒരു സുരക്ഷിതമായ സ്വർഗത്തിലേക്ക് നമുക്ക് സ്ഥാനം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ വിശേഷണങ്ങൾ ഇതല്ലാതെയും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള സ്വർഗാവകാശികളുടെ വിശേഷണങ്ങൾ നമ്മൾ പരിശോധിക്കണം. അവരോട് പ്രവേശിക്കാൻ പറയും, ദാലിക യൗമുൽ ഖുലൂദ് ഐ ലാ മൗത വലാ ഇർതിഹാല വലാ തഹ്വീല വലാ തബ്ദീൽ. യൗമുൽ ഖുലൂദ് എന്ന് പറഞ്ഞാൽ ലാ മൗത, അവിടെ മരണമില്ല. വലർത്തിഹാല, അവിടുന്ന് മാറിപ്പോകേണ്ട ആവശ്യമില്ല. വല തഹ്വീല, വലർത്തിഹാല, അവിടുന്ന് വേറൊരു യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. വല തഹ്വീല, അവിടുന്ന് ഒരു മാറ്റത്തിന്റെ ആവശ്യമില്ല. വല തബ്ദീൽ, അവിടുന്ന് ഒരു മാറ്റം വരേണ്ട ഒരവസ്ഥയില്ല, വേറെ സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്വർഗം ശാശ്വതമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ദുനിയാവിൽ നമുക്ക് ഏറ്റവും നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഇവിടുന്ന് പോവാം. നമുക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണ്. 3 സലഫുകൾ പണ്ട് അവരൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് സലഫുകൾപ്പെട്ട 3 ആളുകൾ പരസ്പരം സംസാരിക്കുക, അമലിനെ പറ്റി സംസാരിക്കുക. അഷ്റഫ് ബഷീർ റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു അസ്റാണ്. അവര് അമലിനെ പറ്റി സംസാരിക്കുകയാണ്, പരലോകത്തിനെ പറ്റിയിട്ട്. അമൽ പറഞ്ഞാൽ ദുനിയാവിലുള്ള പ്രതീക്ഷ, അതിനെ പറ്റി സംസാരിക്കുക. അതിലൊരാൾ പറഞ്ഞു, ഞാൻ ഓരോ മാസം ആവുമ്പോഴും ഞാൻ വിചാരിക്കും ഇതിന്റെ അവസാനത്തെ മാസമാണെന്ന നിലയ്ക്ക് ഞാൻ മാസത്തിൽ പ്രവേശിക്കാറുള്ളൂ എന്ന നിലക്ക് പറഞ്ഞു. മറ്റേ ആൾ പറഞ്ഞു, ഞാൻ ഓരോ ദിവസവും ഇത് ഇനിയൊരു ദിവസമല്ല, ഇതാണ് എന്റെ അവസാനത്തെ ദിവസം എന്ന നിലക്കാണ് ഞാൻ ജീവിക്കാറെന്ന് നിലക്ക് പറഞ്ഞു. 3-മത്തെ ആൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, തന്റെ കാര്യം തന്റെ കയ്യിലല്ലാത്ത ഒരാൾ എന്ത് പ്രതീക്ഷ വെക്കാനാണ്. അതായത് സ്വന്തം കാര്യം സ്വന്തം കയ്യിലല്ല. ഒരു മാസം പ്രതീക്ഷ വെക്കണമെങ്കിലും ഒരു ദിവസം പ്രതീക്ഷ വെക്കണമെങ്കിലും എന്തെങ്കിലും ഒരു വകുപ്പ് വേണ്ടേ. എന്റെ കാര്യം വേറൊരാളായിട്ട് പറയാണ്, തന്റെ കാര്യം തന്റെ കയ്യിലല്ലാത്ത ഒരാൾ എന്ത് പ്രതീക്ഷ വെക്കാനാണ്. കാരണം നമ്മുടെ ഒരു കാര്യം നമ്മുടെ കയ്യിലില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ കൺട്രോളിനെങ്കിൽ കുഴപ്പമില്ല എന്ന് വെക്കാം. ഒന്നുമില്ല നമ്മുടെ കയ്യിൽ, ഒരു കൺട്രോളും ഇല്ല. മനുഷ്യന്റെ ഏറ്റവും വലിയ അവസ്ഥ അതാണ്. നമ്മളതിനെ ആലോചിച്ച് നോക്കിയും, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കോടാനുകോടി പ്രവർത്തനങ്ങൾ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. കണ്ണിമ വെട്ടുന്ന നമ്മുടെ കൺട്രോളിലല്ല, അല്ലെങ്കിൽ ഹൃദയം ഇടിക്കുന്ന നമ്മുടെ കൺട്രോളിലല്ല.
മലമൂത്ര വിസർജനം നമ്മുടെ കൺട്രോളിലല്ല, അല്ലെങ്കിൽ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. പിന്നെ അവൻ എന്ത് പ്രതീക്ഷ വെക്കാനാണ്? അപ്പോ അതുപോലെയാണ് ദുനിയാവില് എന്തില്ല, നഷ്ടമല്ല. പക്ഷേ ശൈത്താൻ ഏറ്റവും നമുക്ക് കിട്ടുന്ന പ്രതീക്ഷ ഇതായിരിക്കും, ഖുലൂദായിരിക്കും. ആദം നബി അലൈഹി ഇസ്ലാം വിട്ടുകൊടുത്തതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിന് ആ വിരോധിക്കപ്പെട്ട ആ പഴം കഴിക്കാൻ വേണ്ടി പ്രോത്സാഹനം നൽകിയത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? നിങ്ങൾക്ക് ഇവിടെ ശാശ്വതമായി ജീവിക്കാനുള്ള വകുപ്പുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. മനുഷ്യൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഇപ്പൊ പല ആളുകളും കാഫിര്യങ്ങൾ ഗവേഷണം നടത്തുന്നത് മനുഷ്യന് ഇവിടെ ശാശ്വതമായി എങ്ങനെ ജീവിക്കാം, അതിനെന്താ വഴിയുള്ളത് എന്ന് നിൽക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും തുടങ്ങിയല്ല, കുറെ കാലങ്ങളായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. കാരണം അവർക്ക് ഇവിടെ വിട്ട് പോകണ്ട, കാരണം ഇത് കഴിയുന്ന അവർക്കറിയാം. അപ്പൊ ഇത് കഴിയാതിരിക്കാൻ എന്താ വഴി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാശ്വതമായിട്ടുള്ള ഭവനം സ്വർഗമാണ്, കാഫിര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നരകമാണ്. രണ്ടും ശാശ്വതമാണ്. നമ്മൾ ആ നരകത്തിന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കും. നമ്മൾ ആലോചിച്ചു, നമ്മളൊരു ജീവിതം തന്നിട്ട് 60 വർഷം ജീവിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ശാശ്വതമായി നരകത്ത് കിടക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊന്ന് തസ്വൂർ ചെയ്താൽ മതി, നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിച്ചാൽ മതി. അതിലും വലിയ നഷ്ടം എന്താ ഉള്ളത്? അതിനേക്കാൾ വലിയ നഷ്ടം എന്താ ഉള്ളത്? ഇവിടെ എന്ത് കിട്ടിയിട്ട് ഇവനെന്താ കാര്യം? അതേസമയം ശാശ്വതമായി സ്വർഗത്തിൽ ലഭിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഇവിടെ എന്ത് ത്യാഗം സഹിച്ചാലും വേണ്ടില്ല, എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല, ശാശ്വതമായിട്ട് നമുക്ക് സ്വർഗം കിട്ടുന്ന ആലോചിച്ച് നോക്കി. അപ്പൊ ഈ ഒരു ചിന്ത വളരെ ഉപകാരപ്പെടും. അപ്പൊ ഖുലൂദാണ് സ്വർഗം. ലാ മൗത്ത്, അവിടെ മരണമല്ല. അവിടെ മരണമില്ല, ഉറക്കമില്ല, രോഗമില്ല, ഒന്നുമില്ല. സ്വർഗാവകാശികൾ ഉറങ്ങൂല, സ്വർഗാവകാശികൾക്ക് മരണമില്ല, സ്വർഗാവകാശികൾക്ക് രോഗമില്ല, സ്വർഗാവകാശികൾ തുപ്പേണ്ട അവസ്ഥയില്ല, മലമൂത്ര വിസർജനമില്ല, അവർക്ക് ക്ഷീണമില്ല എന്നു യുവാക്കളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. വളർത്തിഹാൽ, അവിടുന്ന് വേറെ എങ്ങോട്ടേക്ക് യാത്ര പോകേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വലാ തഹ്വീൽ വലാ തബ്ദീൽ, അതിനെന്തെങ്കിലും മാറിപ്പോകേണ്ട, അഞ്ഞു മതി ഇനി വേറെ സ്ഥലത്ത് പോയിക്കോ, ഇല്ല. അവിടെ ഒരിക്കലും മരണമില്ലാത്ത ജീവിതമാണ്. സ്വർഗാവകാശി സ്വർഗത്തിലും നരകാശികൾ നരകത്തിലും എത്തിക്കഴിഞ്ഞാൽ മരണത്തെ ചെറിയ വയസ്സിൽ ഒരു മാനിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ മരണത്തെ കൊണ്ടുവരും. മരണത്തിനെ കൊണ്ടുവന്നിട്ട് ആ മരണത്തിനെ അറുക്കും, മരണത്തിനെ ഇല്ലാതാക്കും. ഇപ്പോ സ്വർഗാവകാശികളെ വിളിച്ചിട്ട് പറയും, യാ അഹ്ലൽ ജന്ന, സ്വർഗാവകാശികളെ നിങ്ങൾക്കിനി ജീവിതമാണ്, ലാ മൗത്ത്, നിങ്ങൾക്ക് മരണമില്ല. നരകാവകാശിയോട് പറയും, ഇനി നിങ്ങൾക്ക് ഖുലൂദാണ്, മരണമില്ല. നരകാവകാശികളുടെ ദുഃഖവും വേദനയും നിരാശയും കൂടുകയും സ്വർഗാവകാശികളുടെ സന്തോഷം കൂടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചേ കാണാം. അപ്പോൾ ഖുലൂദ് എന്നുള്ളത് തന്നെ നരകത്തെ ഭയപ്പെടാനും സ്വർഗത്തെ പ്രതീക്ഷിക്കാനും നമുക്ക് എപ്പോഴും ചിന്തയുണ്ടായിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ അന്ന് ഖുലൂദിന്റെ ശാശ്വത താമസത്തിന്റെ ദിവസമാണ് എന്നുള്ളത് പറയും. എന്നിട്ട് അടുത്ത ആയത്തിൽ അഥവാ ഈ ഒരു ചർച്ച അഥവാ പരലോകത്തെ അനുഗ്രഹങ്ങളുടെയും മറ്റുമെല്ലാം ഈ ചർച്ചയുടെ അവസാന ഭാഗമായിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദുൻ. ലഹും, അവർക്കുണ്ട്, മാ യശാഊൻ, അവരാഗ്രഹിക്കുന്നതൊക്കെ, അവര് ആഗ്രഹിക്കുന്ന, ഇച്ഛിക്കുന്ന, അവരുദ്ദേശിക്കുന്ന, യഥാർത്ഥ അർത്ഥം ഉദ്ദേശിക്കുന്നതൊക്കെ, ഫീഹ, അവിടെ, അഥവാ ഫിൽ ജന്ന, സ്വർഗത്തിൽ. വലദൈന, നമ്മുടെ അടുക്കൽ, ലദ എന്ന് പറഞ്ഞാൽ ഇൻദ എന്നുള്ള അർത്ഥമാണ്. വലദൈന ഇൻദന എന്നുള്ള അർത്ഥം, നമ്മുടെ അടുക്കലുണ്ട്. മസീദുൻ, കൂടുതലായിട്ടും നമ്മുടെ അടുക്കലുണ്ട് എന്ന് അല്ലാഹു തആല പറയാം. നമുക്ക് തഫ്സീർ വായിക്കാം. ലഹും മാ യശാഊന ഫീഹ, അവർക്കുണ്ട് അവർ ഉദ്ദേശിക്കുന്നതെല്ലാം. കമാ ഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നതുപോലെ, റവാഹു മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. ഇന്ന അദ്നാ മഖഅദി അഹദികും മിനൽ ജന്ന അൻ യഖൂല ലഹു, സ്വർഗ്ഗത്തിലെ ഏറ്റവും താഴ്ന്ന, നിങ്ങളുടെ ഒരാളിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളോട് പിന്നെ പറയപ്പെടും, തമന്നി, നീ ആഗ്രഹിച്ചോ, നീ കൊതിച്ചോ എന്ന് പറയും. നീ ആഗ്രഹിച്ചോ, കൊതിച്ചോ, നിനക്ക് ആവശ്യമുള്ളത് കൊതിച്ചോ. വയതമന്ന ഫയഖൂലു ലഹു അൽ തമന്നൈത്, അങ്ങനെ അയാൾ കൊതിക്കും. സ്വർഗ്ഗത്തിലെ താഴ്ന്ന ദർജയുള്ള ആളെ പറയണ, അയാളോട് പറയും, നീ ആഗ്രഹിച്ചോ, നിന്റെ ആഗ്രഹം കൊതിയൊക്കെ ഉണ്ടായിക്കോട്ടെ. അങ്ങനെ അയാൾ ആഗ്രഹിക്കും, ചോദിക്കും, നീ ആഗ്രഹിച്ചു കഴിഞ്ഞോ, നിന്റെ മോഹങ്ങളൊക്കെ കഴിഞ്ഞോ ചോദിക്കും, മോഹിച്ചോ എന്നൊക്കെ ചോദിക്കും. ഫയഖൂൽ നഅം, അതേ എന്ന് പറയും. ഫയഖൂൽ ലഹു, അയാളോട് പറയും, ഫഇന്ന ലക മാ തമന്നൈത വമിസ്ലഹു മഅഹു, നീ എന്താണോ നീ ആഗ്രഹിച്ചത്, മോഹിച്ചത്, അതുണ്ട്, അതിന്റെ ഇരട്ടിയുണ്ട് പറയും. അതുകൊണ്ട് അതിന്റെ ഇരട്ടിയുമുണ്ട് എന്ന് പറയും. വേറെ ചില ഹദീസുകളിൽ അവൻ ആഗ്രഹിക്കുന്നതിന്റെ 5 ഇരട്ടി ഉണ്ടാവും, അതിനുശേഷം ഉണ്ടാകും എന്നുള്ളത് വേറെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന ആളുടെ അവസ്ഥയാണ്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകൊണ്ട് ഒരുക്കിയിട്ടുള്ള മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത
കറാമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ധാരാളം ഹദീസുകൾ സ്വർഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരിച്ചതിൽ നമുക്ക് കാണാൻ സാധിക്കും. വലദൈന മസീദുൻ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മുടെ അടുക്കൽ അധികമായിട്ടുമുണ്ട് എന്നുള്ളത്. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് അധികമായിട്ടുണ്ട് എന്ന്. വഹുവ അൻ-നദറു ഇലാ വജ്ഹില്ലാഹിൽ കരീം, അത് അല്ലാഹുവിന്റെ വജ്ഹിലേക്കുള്ള നോട്ടമാണ്. സുബ്ഹാനഹു വ തആല വ തബാറക വ തഖദ്ദസ്, പരിശുദ്ധനായ അത്യുന്നതനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ ഇലാഹ ഗൈറു വലാ റബ്ബ സിവാ, അല്ലാഹു ലാ ഇലാഹ ഇല്ല, അല്ലാഹു അല്ലാഹു റബ്ബു ഇല്ല. അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുക. വലദൈന മസീദ്, മസീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സ്വർഗമാണ്. യൗമുൽ മസീദ്, സ്വർഗത്തിലെ യൗമുൽ മസീദ്, സ്വർഗ അല്ലാഹുവിലേക്കുള്ള നോട്ടമാണ്. സ്വർഗത്തിലെ യൗമുൽ മസീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കാണുന്ന ദിവസമാണ്. ചില ഹദീസുകൾ കാണാം, എല്ലാ യൗമുൽ ജുമുഅയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗാവകാശികളുടെ അടുക്കൽ വെളിവാകും, അള്ളാഹുവിനെ കാണാൻ സാധിക്കും എല്ലാ വെള്ളിയാഴ്ചകളിലും. അതിൽ അവരുടെ സൗന്ദര്യം വർദ്ധിക്കുന്ന, അവർക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന, അള്ളാഹുവിനോട് അവർ സംസാരിക്കും, അള്ളാഹുവിന്റെ ശബ്ദം അവർ കേൾക്കും, അള്ളാഹുവിനെ അവർക്ക് കാണാൻ സാധിക്കും എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു, ഇന്നക്കും സതറൗന റബ്ബക്കും ഇയാന, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളുടെ റബ്ബിനെ കാണും. ആകാശത്ത് പൂർണ്ണനിലാവുള്ള ചന്ദ്രനെ കാണിച്ചുകൊണ്ട് ഒരു മറയില്ലാതെ ഇതിനെ കാണുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണും എന്ന് പറഞ്ഞു കാണാം. സ്വർഗത്തിലെ മസീദാണത്, സ്വർഗത്തിൽ അധികരിച്ച് ലഭിക്കുന്ന അതാണ്. വേറെ ആയത്തുകളിലും വന്നിട്ടുണ്ട്, ലില്ലദീന അഹ്സനു വൽ ഹുസ്ന വസിയാദ, ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് ഹുസ്ന സ്വർഗമുണ്ട്, വസിയാദ അധികമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അള്ളാഹുവിനെ കാണലാണ്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കും, തുരീദുന ശൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണോ, ഇനി എന്തെങ്കിലും കൂടുതലാക്കി നിങ്ങൾക്ക് തരണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പൊ അവരോട് സ്വർഗാവകാശികൾ തിരിച്ച് അപ്പോൾ അല്ലാഹു തആലയോട് പറയും, അലം തുബയ്യിദ് വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വതുനജ്ജിന മിനൻ നാർ, അല്ലാഹ് നീ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമാക്കിയില്ലേ, നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, ഇതിലും വലുതിന് ഞങ്ങൾക്ക് എന്തായി കിട്ടാനുള്ളത്? സ്വർഗത്തിലെ എല്ലാം ഉണ്ട് അവർക്ക്. അവരാഗ്രഹിക്കുക ലഹുമ്മാ യശാഊന ഫീഹ, അവരാഗ്രഹിക്കുന്നൊക്കെ കിട്ടുന്നുണ്ട്. അവരാഗ്രഹിക്കുന്ന ഭക്ഷണമുണ്ട്, ആഗ്രഹിക്കുന്ന താമസ സൗകര്യങ്ങളുണ്ട്, ഇണകളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അവരോട് ചോദിക്കുന്നത് നീ എന്തെങ്കിലും വേണോ? അവർ പറയും, ഇനി ഞങ്ങൾ എന്താ ആഗ്രഹിക്കാനാ? ഫയക്ഷിഫുൽ ഹിജാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അള്ളാഹുവിന്റെ മറ നീക്കും. അള്ളാഹുവിന്റെ മറ നീക്കിയിട്ട് അവർ അള്ളാഹുവിന്റെ വജ്ഹിലേക്ക് നോക്കും. അവർക്ക് ലം യുഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അവർക്ക് അള്ളാഹുവിനെ നോക്കുന്നതിനേക്കാൾ അവർക്ക് ഇഷ്ടമുള്ള ഒന്നും നൽകപ്പെട്ടിട്ടുണ്ടാവില്ല. അവർക്ക് വേറെ അവിടെ സ്വർഗത്തിൽ ലഭിച്ച ബാക്കിയുള്ള ആസ്വാദനങ്ങളെക്കാളെല്ലാം അവർക്ക് ഇഷ്ടമാകുന്നത് അള്ളാഹുവിന്റെ വജ്ഹിലേക്കുള്ള നോട്ടമായിരിക്കും. അതാണ് മസീദ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആസ്വാദനം, സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹുവിനെ കാണുക എന്നുള്ളതാണ്. അപ്പോ അത് സ്വർഗത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ, സ്വർഗത്തിലെ അത് ലഭിക്കുകയുള്ളൂ, ആസ്വാദനത്തോടു കൂടി അള്ളാഹുവിനെ നോക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നാം ആഗ്രഹിക്കേണ്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ആഗ്രഹം ഉണ്ടാകണം. അതിനുവേണ്ടി ദുആ ചെയ്യണം. അള്ളാഹുവിനെ കാണാനുള്ള വസ്അൽക ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക് എന്ന ദുആ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ. അള്ളാഹു നിന്നെ കാണുമ്പോഴുള്ള ആസ്വാദനത്തെയും നിന്നെ കാണാനുള്ള അതിയായ ആഗ്രഹത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് അതായത് ഒരാളെ ഭൗതികമായിട്ട് തന്നെ നമുക്കൊരാളെ ഭയങ്കര ഇഷ്ടം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന ആളെ കാണാൻ നമുക്ക് അതിയായ ആഗ്രഹം ഉണ്ടാവും. സംശയമല്ല, നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളെ കാണാൻ നമുക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ ഏറ്റവും അധികം ഓർക്കും. ഉലമാക്കൾ പറഞ്ഞ പോലെ മൻ അഹബ്ബ ശൈഅൻ അക്സറ ദിക്റ, എന്താണോ അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവൻ ഏറ്റവും കൂടുതൽ ഓർക്കും. പിന്നെ ഒരാളുടെ ഖൽബിൽ ഏറ്റവും ആഴ്ന്നിറങ്ങിയിട്ടുള്ള കാര്യം അവൻ ഏറ്റവും കൂടുതൽ സംസാരിക്കും. അത് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കുള്ളതാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്രയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മേഖലയാണ്, ഒരു സ്കെയിലാണ്, ഒരു അളവുകോലാണ് നമുക്ക് എത്ര അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത്, എത്ര അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളത്. അപ്പോ ഇത് വലിയ അനുഗ്രഹമാണ് സ്വർഗത്തിലെ. അത് വെച്ച് നോക്കുമ്പോൾ ബാക്കിയൊന്നുമല്ല. അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള സ്വർഗത്തിലെ അനുഗ്രഹം. അപ്പോ നരകാവകാശികളുടെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് നരകത്തിലെ അവസ്ഥ പറഞ്ഞു. വിശേഷങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. മന്നാഇൽ ഖൈർ, അതുപോലെ തന്നെ ശിർക്ക് ചെയ്യുന്നവൻ, മുരീബ് എന്നുള്ളതൊക്കെ.
അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ നരകത്തിലെ അവരുടെ അവസ്ഥ, നരകം അത്രയും വിശാലമാണ്, അവർ നരകത്തിലായിരിക്കും നിലക്ക് പറഞ്ഞു, സ്വർഗം പറഞ്ഞു, സ്വർഗത്തിലെ ആളുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ പരാമർശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ അടുത്ത ദർസിൽ വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി